എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 77 ശ്ലോകം 30 മുതൽ 37 വരെ 8 ശ്ലോകങ്ങൾ. ഈ 8 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 77ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോ വസുദേവരെ മുമ്പിൽ നിർത്തിയിട്ട് ഇതാ അച്ഛനെ ഞാൻ കൊല്ലാൻ പോണു, വേണമെങ്കിൽ തടുത്തോ എന്നൊക്കെ ഈ സാൽവൻ പറഞ്ഞത് കേട്ടപ്പോ ഭഗവാന് തന്നെ ഒരു വിഷമായി എന്നൊക്കെയാണ് പറയണത്. അതിനുശേഷം എന്താ ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഋഷിമാര് ഇങ്ങനെ പറയണത് പറയണു അടുത്ത ശ്ലോകങ്ങളില്. ശ്ലോകം 30. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം വദന്തി രാജർഷേ ഋഷയഃ കേചനാന്വിതാഃ യത് സ്വവാചോ വിരുദ്ധ്യേത നൂനം തേ ന സ്മരന്ത്യുത. ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജർഷേ, പൂർവാപര ആലോചനയില്ലാത്ത ചില ഋഷികള് ഇങ്ങനെ പറയണു. അവര് ആദ്യം പറഞ്ഞിട്ടുള്ളതും ഇപ്പൊ പറഞ്ഞിട്ടുള്ളതും തമ്മിൽ ഒരു ചേർച്ചയില്ല, ഒട്ടും ചേർച്ചയില്ല എന്നുള്ള സംഗതി അവര് തന്നെ ആലോചിക്കണില്ല. 71ാമത്തെ അധ്യായം 13ാം ശ്ലോകത്തില് ശ്രീകൃഷ്ണൻ രാജസൂയത്തിന് പോകുമ്പോ ബലരാമനോട് കൂടി പോയിട്ടില്ല, ജ്യേഷ്ഠന്റെ അനുവാദം വാങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇതാ 77ാമത്തെ അധ്യായത്തില് 8ാമത്തെ ശ്ലോകത്തില് ആര്യമിശ്രാഭിസംഗത, ജ്യേഷ്ഠനോടുകൂടി യോജിച്ച് രാജസൂയത്തിന് പോയത് കൊണ്ട് എന്നും പറയുന്നു. ഇത് രണ്ടും അന്യോന്യം ചേരില്ലല്ലോ എന്ന് പറയാം. ക്വ ശോകമോഹൗ സ്നേഹോ വാ ഭയം വാ യജ്ഞസംഭവാ ക്വ ചാഖണ്ഡിത വിജ്ഞാന ജ്ഞാനൈശ്വര്യസ്ത്വഖണ്ഡിത. എന്ന് തന്നെയല്ല ഭഗവാനിൽ മേൽപ്പറഞ്ഞ മോഹം സംഭവിക്കാൻ പാടുള്ളതല്ല. സൂര്യനെ അന്ധകാരം ബാധിക്കുമെന്ന് പറഞ്ഞാൽ എത്ര അസംബന്ധമാണോ അത്രത്തോളമോ അതിലധികമോ ചേർച്ചക്കേട് ഈ വാക്യത്തിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ സ്വജനങ്ങളെ കുറിച്ചുള്ള സ്നേഹം, തന്നിമിത്തം ശോകം, എന്റെ പുരിയെ ശത്രു നശിപ്പിക്കുമല്ലോ എന്നുള്ള ഭയം, കയ്യിൽ നിന്ന് വില്ല് വീഴാൻ തക്ക വിധം ആലസ്യം, ഇങ്ങനെയുള്ള ഭാവങ്ങള് അറിവില്ലാത്ത ജനങ്ങളിൽ കാണുന്നവയാണ്. ആത്മസ്വരൂപത്തിൽ തന്നെ എപ്പോഴും ഇരുന്നും ബാഹ്യകാര്യങ്ങളെല്ലാം അറിഞ്ഞും എങ്ങും നിറഞ്ഞും ഇരിക്കുന്ന ഭഗവാന് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ശോക മോഹാദിഭാവങ്ങൾ എങ്ങനെയുണ്ടാവുക? ഒരിക്കലും ഇതുണ്ടാവാൻ തരമില്ലാത്തതാണ്. യത്പാദസേവാർജിതയാ ആത്മവിദ്യയാ ഹിന്വന്ത്യനാദ്യാത്മവിപര്യഗ്രഹം ലഭന്താത്മീയമനന്തമൈശ്വരം കുതോനുമോഹ പരമസ്യ സൽഗതേ. ഇങ്ങനെയുള്ള പരിഭ്രമമൊന്നും ഭഗവാൻ ഉണ്ടാവില്ല എന്നതാ യുക്തിപൂർവം പറയണം. സത്തുക്കള് യാതൊരു ഭഗവാന്റെ പാദപത്മത്തെ നിരന്തരം ഉപാസിക്കുന്നത് കൊണ്ട് അന്ധക്കരണത്തിലെ രാഗാദി മാലിന്യങ്ങൾ നീങ്ങി ആത്മാവിന്റെ സ്വരൂപം ഇന്നതാണെന്ന അറിവ് ക്രമത്തിൽ അധികരിച്ചു വരികയാൽ ഞാൻ സുഖി ഞാൻ ദുഃഖി എന്നിങ്ങനെ ദേഹത്തെ ആത്മാവായി ധരിച്ചു വരുന്നതായ തെറ്റായ ബോധം ഉണ്ടാകുന്നുവോ അതിനെ എല്ലാം നശിപ്പിച്ച് ആത്മാവിന്റെ നാശരഹിതമായ ആനന്ദ സ്വരൂപം സാക്ഷാത്കരിച്ച് ദേഹനാശത്തിൽ പുനരാവൃത്തിരഹിതമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അങ്ങനെയിരിക്കെ സത്തുക്കളുടെ പ്രാപ്യസ്ഥാനഭൂതനായിരിക്കുന്ന ആ പുരുഷോത്തമന് തന്നെ മോഹം ഉണ്ടാകുക എന്നത് എങ്ങനെ സംഭവിക്കുക? അതുകൊണ്ട് ഇതിനു മുമ്പ് ഈ ഋഷിമാര് പറഞ്ഞതൊന്നും സ്വീകരിക്കത്തക്കല്ല എന്ന് അതാണ് ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നത്. ഇതര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ എടുത്തു കാണിച്ച് നിഷേധിച്ചത് ഭക്തന്മാര് ഭഗവാന്റെ മഹിമയെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശ്രീ ശിവബ്രഹ്മർഷി പറയണത്. തം ശസ്ത്രപൂകൈ പ്രഹരന്തമോജസാ സാൽവം ശരൈ ശൗരിരമോഘ വിക്രമ വിദ്വാച്ചിനത് വർമ്മധനുശിരോ
മണിം സൗഭം ച ശത്രോർഗതയാരുജോജഃ. എന്നാൽ സത്യമായിട്ടുള്ള സംഗതി എന്താണ് എന്ന് ഭഗവാൻ വേദവ്യാസന്റെ മതം അഭിപ്രായമായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി ഇത് പറയുന്നു. ശസ്ത്രങ്ങൾ കൊണ്ട് ബലത്തോടെ അനേകം പേരെ ഒരേ സമയത്തിൽ പ്രഹരിക്കുന്ന വീരനായ ആ സാല്വന്റെ നേർക്ക് സത്യപരാക്രമശാലിയായ ഭഗവാൻ ശ്രീ വാസുദേവൻ അസ്ത്രങ്ങളെ പ്രയോഗിച്ച് കവചത്തെയും കയ്യിലുള്ള വില്ലിനെയും കിരീടത്തെയും ഒന്നായിട്ട് അങ്ങോട്ട് മുറിച്ച് തന്റെ കയ്യിലുള്ള ഗത കൊണ്ട് ശത്രുവിന്റെ സൗഭം എന്ന വിമാനത്തെയും നശിപ്പിച്ചു. തത് കൃഷ്ണഹസ്തേരിതയാ വിചൂർണിതം പപാദതോ ഏകദയാ സഹസ്രധ വിസൃജ്യതൽ ഭൂതലമാസ്ഥിതോ ഗദാം ഉദ്യമ്യ സാൽവോ അച്യുതമഭ്യഗാൽദ്രുതം. ശ്രീകൃഷ്ണൻ പ്രയോഗിച്ച ആ ഗത കൊണ്ട് പൊടിയാക്കപ്പെട്ട ആ സൗഭം എന്ന വിമാനം അനേകം കഷ്ണങ്ങളായിട്ട് സമുദ്രജലത്തിൽ വീണു. ഉടനെ സാൽവൻ ഭൂതലത്തിൽ വന്ന ഗത എടുത്തുകൊണ്ട് ശ്രീകൃഷ്ണന്റെ നേർക്ക് പാഞ്ഞെത്തി. ആധാവതസ്സഗതം തസ്യ ബാഹും ഭല്ലേന ചിത്വാധര രഥാംഗമത്ഭുതം വധായ സാല്വസ്യ ലയാർക്ക സന്നിഭം ബിഭ്രദ്ബഭോ സാ അർക്കൈവോദയാചല. നേരിട്ട് പാഞ്ഞു വരുന്ന ആ സാല്വന്റെ കൈയിനെ അതിലുള്ള ഗതയോടുകൂടി ബാണം കൊണ്ട് മുറിച്ചു വീഴ്ത്തിയ ശേഷം അവനെ വധിക്കാനൊരുങ്ങിയ ഭഗവാൻ പ്രളയകാലത്തിലെ സൂര്യനെ പോലെ അത്യധികം പ്രകാശിക്കുന്ന ആ സുദർശനം എന്ന ചക്രം കയ്യിലെടുത്തു പിടിച്ചപ്പോൾ നീലമേഘശ്യാമളനായ ആ ശ്രീകൃഷ്ണൻ ആ ചക്രത്തിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിയുടെ വ്യാപ്തി നിമിത്തം സൂര്യനോടുകൂടിയിരിക്കുന്ന ഉദയപർവ്വതം എന്ന പോലെ വിളങ്ങി. ജഹാരതേനൈവ ശിരസകുണ്ടലം കിരീടയുക്തം പുരുമായിനോ ഹരി വജ്രേണ വൃത്രസ്യ യഥാ പുരന്ദരോ ബഭൂവ ആകേതിവജ തദാ നൃണാം. അങ്ങനെ ശ്രീഹരി ആ ചക്രം കൊണ്ട് തന്നെ മായാപ്രയോഗത്തിൽ ഏറ്റവും സമർത്ഥനായിരിക്കുന്ന സാല്വന്റെ ശിരസിനെ കിരീടത്തോടും കുണ്ടലത്തോടും കൂടി ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് വൃത്രാസുരന്റെ ശിരസിനെ എന്ന പോലെ മുറിച്ചപ്പോ ജനങ്ങളിൽ നിന്ന് ഹാ ഹാ എന്നുള്ള ശബ്ദം പുറപ്പെട്ടു. തസ്മിൻ നിപതിതേ പാപേ സൗഭേ ജഗദയാഹതേ നേതുർദുന്ദുഭയോ രാജൻ ദിവിദേവഗണേരിതാഃ സഖീനാം അപചിതിം കുർവൻ ഗന്ധവക്ത്രോ രുഷാഭ്യഗാത്. രാജാവേ, പാപിഷ്ഠനായ സാല്വനെ ഇങ്ങനെ ശ്രീഹരി ഹനിക്കുകയും അവന്റെ സൗഭത്തെ ഗത കൊണ്ട് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ദേവന്മാര് ആകാശത്തിൽ നിന്ന് പ്രയോഗിച്ച ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ ഉണ്ടായി, പുഷ്പവൃഷ്ടിയുണ്ടായി. മരിച്ചുപോയ സുഹൃത്തുക്കൾക്ക് ആ ശിശുപാലനും സാലനും മരിച്ചുല്ലോ, ആ പ്രതിക്രിയ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ദന്തവക്ത്രൻ കോപത്തോടെ ഓടി വന്നു. സുഹൃത്തുക്കളെ രണ്ടുപേരും മരിച്ചപ്പോ ഇവനോട് പ്രതികാരം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അടുത്ത ആളുടെ വരവായി ആ ദന്തവക്ത്രൻ ഭഗവാന്റെ നേരെ കോപത്തോടെ വന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സൗഭവധോ നാമ സപ്തസപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 77ാമത്തെ അധ്യായം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.